നമസ്കാരം. ജനുവരി 22 നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയനും. എന്നാൽ ഇന്ത്യയിലെ ആളുകൾ മാത്രമല്ല, ഒട്ടനവധി വിദേശ രാജ്യങ്ങളും ആ മഹനീയ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ 5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭാരതീയരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിനെ വെറും രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രതിപക്ഷ സഖ്യമുന്നണികൾ ഈ വീഡിയോ തീർച്ചയായും ഒന്ന് കാണണം. तो आमचे तुम्हारे कोई भी भगवान ने मानता हुई नहीं അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പുതിയ പ്രചാരകനായി മാറിയിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കൊച്ചുകുട്ടികൾ പോലും ഭാരതീയരുടെ സ്വപ്ന സാക്ഷാത്കാരത്തെ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ഈ കുട്ടികൾക്കുള്ള തിരിച്ചറിവ് പോലും പ്രതിപക്ഷ മുന്നണികൾ കാണിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഇത് നടപ്പാക്കിയത് അവരുടെ ഭരണകാലത്തായിരുന്നുവെങ്കിൽ BJP ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കില്ലായിരുന്നു. എന്തായാലും കൊച്ചുകുട്ടികൾ പോലും അയോധ്യ രാമക്ഷേത്രത്തിനായി തീർച്ചയായും കാത്തിരിക്കുകയാണ്. ഈ മാസം 22-നാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിച്ച അയോധ്യ തർക്കങ്ങൾക്ക് 1 നൂറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. രാജ്യമൊട്ടാകെയുള്ള ഭക്തർ പ്രാർത്ഥനയോടെ ആ സുദിനത്തിനായി കാത്തിരിക്കുമ്പോൾ ഇത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച നൂറുകണക്കിന് വ്യക്തികളുടെ കുടുംബങ്ങളുടെ ആത്യന്തിക വിജയം കൂടിയാണ്. രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമായി 7000-ഓളം അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.